ഹായ് മലയാളി, നമസ്കാരം. വെൽക്കം. മറ്റൊരു മനോഹരമായ ദിവസത്തിലേക്ക് നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡ്സിൻ്റെ സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് ആക്ച്വലി കൂടുതൽ ഇൻ ഡിമാൻഡായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ബേസിക്കലി ഓർഗാനിക് ഫുഡ് മാത്രമല്ല, കൂടുതൽ ഞാനിപ്പോൾ ചോദിക്കുന്ന കാര്യം ബന്ധപ്പെടുത്താം എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഡയറ്റിൽ കൂടുതൽ വെജിറ്റേറിയൻ ഫുഡാണോ അതോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ കൂടുതൽ ആരോഗ്യത്തിനും അതേപോലെ കുവൈറ്റിൻ്റെ ഒരു സാഹചര്യം, ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ രീതികളൊക്കെ വെച്ച് കൂടുതൽ നല്ലത് ഏതാണ്? കാര്യം സാധാരണ നമുക്കിവിടെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നാട്ടിലെ പോലെ റെഗുലറായിട്ട് ഇങ്ങനെ ഒത്തിരി നടക്കാനോ ഒക്കെയുള്ള സാഹചര്യം ചിലപ്പോൾ കുറവാണല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കെ കൂടുതൽ നല്ലത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഏതായാലും ഈ ഒരു സംശയം ഞാനിന്ന് തീർക്കാൻ പോവാണ്. നമ്മുടെ ഇവിടുത്തെ മലയാളി സുഹൃത്തുക്കൾക്ക് എന്താണ് അഭിപ്രായം ചോദിച്ചു നോക്കാം. ഹായ് മലയാളിയിലൂടെ. യെസ്, അങ്ങനെ നമ്മളുടെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വിശേഷങ്ങളുടെ അന്വേഷണത്തിൽ നമ്മൾ ആദ്യം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റഫിന് അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടൊരു പച്ച കളർ ഷർട്ടൊക്കെ ഇട്ടൊരു ചേട്ടനോട് നിൽപ്പുണ്ട്. പച്ച എന്ന് പറയുമ്പോൾ തന്നെ വെജിറ്റേറിയൻ ഫ്രഷ്നെസ്സിൻ്റെ ഒക്കെ ഒരു കളറാണല്ലേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് യാസർ. ഹർഷിന. ഓക്കെ, നമ്മൾ ഇന്നത്തെ ചോദ്യം തന്നെ നിങ്ങൾ ഡ്രസ്സുമായിട്ട് വളരെ ബന്ധപ്പെട്ട വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ കൂടുതൽ നമ്മുടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിനൊക്കെ ആയിട്ട് ആരോഗ്യത്തിന് നല്ലത് എന്ന് തോന്നുന്നത്? എന്ത് തോന്നുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെല്ലായിടത്തും വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത് നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കാൻ സാധിക്കില്ല. ഇവിടെ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതലും നമുക്ക് അവൈലബിൾ. വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുപോയിട്ട് കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടുത്തെ കൂടുതലും പ്രവാസികൾ പ്രിഫർ ചെയ്യുന്നത്. അതെനിക്കൊന്ന് പ്രവാസിയുടെ ഒക്കെ ഒരു വയറ് കണ്ടാലും പലരുടെയും വയറ്റ് ശ്രദ്ധിച്ചു വേണമെങ്കിൽ പറയാം. ചേച്ചിക്ക് എന്തോന്ന് ചോദിക്കാം. ഹർഷിന, എന്താണ് അഭിപ്രായം? ഞാൻ രണ്ടും കഴിക്കുന്ന ആളാണ്. ടേസ്റ്റി ഫുഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കഴിക്കും. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് ഏതും അങ്ങനെ ഇന്നതിന്നൊന്നുമില്ല, ഏതും കഴിക്കുന്ന ഒരാൾ. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ട് ആരോഗ്യത്തിന് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെ ബീഫെല്ലാം കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിനെല്ലാം അസ്വസ്ഥത അങ്ങനെയെല്ലാം തോന്നാറുണ്ട്. പക്ഷെ ടേസ്റ്റി ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാം കഴിക്കാറുണ്ട്, ഇല്ലെങ്കിൽ വെജിറ്റേറിയൻ തന്നെ കൂടും. ഈ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ അതുള്ള പ്രശ്നം എന്തായാലും നമുക്ക് ഉപേക്ഷിക്കാനൊന്നും പറ്റൂല. അത് വലിയൊരു വലിയ പ്രയാസം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും മെയിൻറ്റെയിൻ ചെയ്തേ. എന്തുപറ്റി? അതിൻ്റെ കൂടെ ചിപ്സും കഴിക്കാന്ന് പറയാം. അടുത്തൊരു ജനറേഷനാണ് ഈ മാറുന്നു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഫ്രൂട്ടൊക്കെ കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പൊതുവെ എന്തായാലും ഇവർക്ക് പൂർണ്ണമായിട്ടും നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്തെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും നല്ല തന്നെയാണ്. ചോദിച്ചു നോക്കാം മറ്റു മലയാളികളുടെയും അഭിപ്രായം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ച് ഇങ്ങനെയുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. അപ്പോൾ ഏതായാലും ഇവിടെ നമുക്കൊപ്പം ഒരു മലയാളി ഫാമിലി ഉണ്ട്. എന്താ പേര്? എൻ്റെ പേര് ബിന്ദു. ജോൺ. ബിന്ദു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ നേഴ്സാണ് ജഹ്റ ഹോസ്പിറ്റലിൽ. ഞാനൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനി. അപ്പോൾ രണ്ടും മെഡിക്കലി ഉള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ലൈനായിട്ട് നിങ്ങളോട് ബേസ്ഡ് അത് ചോദിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ കുവൈറ്റിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അതേപോലെ ഇവിടുത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒക്കെ വെച്ചിട്ട് കൂടുതൽ ഭക്ഷണത്തിൽ വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ആണോ ഹെൽത്തി? എന്ത് തോന്നുന്നു? ഓഫ് കോഴ്സ് വെജിറ്റേറിയൻ തന്നെയാണ് ഹെൽത്തി ഫുഡ്. പിന്നെ പിള്ളേർക്ക് നമ്മൾ നോൺ വെജ് കൊടുക്കും, പക്ഷെ അവർ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കൂടുതലും വെജ് കൊടുക്കാനായിട്ട്. എൻ്റെ അടുത്ത് ബിന്ദു ചേച്ചി ആദ്യമേ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഇഷ്ടം, പക്ഷേ ട്രോളിക്കകത്ത് നോക്കില്ല, അതിൻ്റെ മുഴുവൻ കോഴി സാധനങ്ങൾ. അത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയാണ്. ഈസി കുക്കിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ചേട്ടൻ്റെ അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ്? വെജിറ്റേറിയൻ ആണ് നോൺ വെജിറ്റേറിയൻ ആണ് കൂടുതൽ ഇഷ്ടം? അതുപോലെ നല്ലത് എന്ന് തോന്നുന്നത് ഏതാണ്? വെജിറ്റേറിയൻ ആണ് നല്ല ഫുഡ്. നോൺ വെജിറ്റേറിയൻ പിള്ളേർക്ക് കൂടുതൽ താല്പര്യമാണ്. അതുകൊണ്ട് ചുമ്മാ കള്ളന്മാരാ, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന രണ്ട് ആൾക്കാർ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, വെജിറ്റേറിയൻ കഴിക്കുന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും ബിന്ദു ചേച്ചി വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചി തന്നെയാണ്. നിങ്ങൾ പക്ഷേ നോൺ വെജ് അധികം ഉൾപ്പെടുത്താറില്ലേ ആക്ച്വലി സ്പീക്കിംഗ്? മീൻസ് മീനാണ് ഞങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ വീക്കെൻഡിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും പിള്ളേരെ ഉദ്ദേശിച്ച് മാത്രം. പിന്നെ വെജിറ്റബിൾ ആണ് ഞങ്ങൾ കൂടുതലും കഴിക്കുന്നത്. ഞങ്ങളെ കണ്ടറിയത്തില്ലേ ഞങ്ങൾ. അതെ, അത് ഞാൻ പറഞ്ഞേ, വളരെ ഫാറ്റും അല്ല, സൗന്ദര്യം, വളരെ ക്ലിയർ സ്കിന്നും കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ചിലപ്പം സത്യമായിരിക്കും കേട്ടോ. എന്തായാലും പിള്ളേരുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഒഴിവ് കൊടുക്കാം, ട്രോളിലോട്ട് നോക്കണ്ട കേട്ടോ. അല്ലാതെ ഇവർ കൂടുതൽ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞത് അതിനെ കൊള്ളാം. അങ്ങനെ നല്ലൊരു ഹാബിറ്റ് തന്നെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ടത് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എന്നെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നത് എനിക്കും സന്തോഷം. യെസ്, അങ്ങനെ എന്തായാലും എന്നെക്കാട്ടിലും ഒരു 10-15 ഓണം എങ്ങാനും കൂടുതൽ ഉണ്ടിട്ട് ഒരു കപ്പിൾ ഇവിടെ ഉണ്ട്. എന്തായാലും അവരെ ഒന്ന് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായവും, എവിടെയാണ് നാട്ടിൽ. എന്താ പേര്? പാർവതി. പാർവതി. I am Mr. Bojan. ഭോജൻ. സുകാശിനി. ഓക്കെ, വേർ യു ഫ്രം?
ഊട്ടി ഊട്ടി ഊട്ടി. ഓക്കെ, മലയാളം മനസ്സിലാവോ? മനസ്സിലാവും. ആശ്വാസമായി, മലയാളം മനസ്സിലാവും. അപ്പോൾ എന്തായാലും വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ കുവൈറ്റിലെ ഒരു ഹാബിറ്റ് വെച്ചിട്ട്, അത് ക്യാരക്ടറിസ്റ്റിക് ഇൻ കുവൈറ്റ്, ഡു യു തിങ്ക് വെജിറ്റേറിയൻ ഫുഡ് ഇസ് മോർ ഗുഡ് ഓർ ഡു യു തിങ്ക് നോൺ വെജിറ്റേറിയൻ ഇസ് ഫുഡ്? എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? എന്ത് തോന്നുന്നു? വെജിറ്റേറിയൻ നല്ലത്. വെജിറ്റേറിയൻ ആണ് കൂടുതൽ ആരോഗ്യം. Vegetarian, but this NV non-vegetarian rarely we have to take it. In weekly twice will do, but vegetarian will be the good. It is good for health. Do you think vegetarian is giving you more strength? Definitely. Definitely. അമ്മ അതുപോലെ വളരെ യങ്ങും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. എന്തായാലും മകളോടും കൂടെ ചോദിക്കാം, what do you think? Do you think vegetarian, non-veg? Veg, yeah. So you have totally vegetarian food. From our purchase you can see we have purchased. Uncle, to that side. Huh? We have not gone to that side. See, you see our purchase. അപ്പം പുള്ളിക്കാരുടെ ട്രോളിൽ തന്നെ പച്ചക്കറി നിറഞ്ഞൊരു ട്രോളി ഏതെന്ന് പറയാം, ധൈര്യമായിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ തന്നെ പ്രൂഫാണ് ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് പീപ്പിൾ മൂവ് ടു വെജിറ്റേറിയൻ ഡയറ്റ് മോർ. From this side or from some other side? You are from which side? Which side? Kerala. Country. Kerala. But I look as if I'm from somewhere else. You appear like North Indians. But I'm from Kerala only. So thank you very much. Your neighbor only, Tamil Nadu. We're very close neighbors. So we are close now. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. ഒത്തിരി നല്ല രീതിയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എന്തായാലും നിങ്ങളുമായിട്ടെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നില്ല, പതുക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ഭക്ഷണം കണ്ടാൽ, എന്നെ കണ്ടാൽ ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഒക്കെ ആണ് എന്ന് പറഞ്ഞാലും അങ്ങനെയല്ല, പലരും അല്ലാതെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കപ്പോൾ 2 ഫാമിലീസ് ഉണ്ട്, അവരൊന്ന് ചോദിച്ചു നോക്കാം, പരിചയപ്പെടാം. എന്ത് പേര്? ബീന. സാജു. ടോം. ലവ്ലി. ടോം, ലവ്ലി, ബീന ആൻഡ് സാജു. ഫരി, എവിടെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന്? ഞാൻ കോട്ടയം. ചങ്ങനാശ്ശേരി. ഇടുക്കി. ഓക്കെ, വളരെ വേരിഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നൊക്കെ ഉള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നോൺ വെജിറ്റേറിയൻ ഫുഡാണോ അതോ വെജിറ്റേറിയൻ ഫുഡാണോ നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യവും ക്ലൈമറ്റും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്? ഏതാണ്? എന്ത് തോന്നുന്നു? വെജിറ്റേറിയൻ തോന്നുന്നു. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാറ്? വെജിറ്റേറിയൻ. എന്ത് തോന്നുന്നു ചേട്ടൻ? അത് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഞങ്ങൾ കൂടുതലും വെജിറ്റേറിയൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ വീക്കിലി വൺസ് ഒക്കെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും കഴിവതും നോൺ വെജിറ്റേറിയൻ അവോയ്ഡ് ചെയ്യുവാണ്. ഈ നോൺ വെജിറ്റേറിയൻ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട്, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്? എന്നീ ന്യൂട്രിയൻസ് വിച്ച് ഗെറ്റ് ലോസ്റ്റ് വെൻ യു നോട്ട് ഹാവിങ് നോൺ വെജിറ്റേറിയൻ? വി ക്യാൻ ഗോ ത്രൂ ഫിഷ് ആൻഡ് ഓൾ. ഫിഷൊക്കെ അധികം കഴിക്കാം, കോമ്പൻസേറ്റ് ആവും. കോമ്പൻസേറ്റ് ആവും. ഞങ്ങൾ കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നപ്പം വി യൂസ് ടു പ്രിഫർ മോർ നോൺ വെജ്. ഇപ്പം കുറച്ചുകൂടെ വലുതൊക്കെ ആയപ്പോഴത്തേക്കും വി ആർ ട്രൈങ് ടു ബി വെജിറ്റേറിയൻ. കുറേ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി. ഹെൽത്ത് കോൺഷ്യസ്. വെജിറ്റേറിയൻ വളരെ ഇഷ്ടം. പക്ഷേ എൻ്റെ അപ്പോൾ ഞാൻ ചോദിക്കുന്നതിനാണോ എന്ത്, എല്ലാവരും ഇന്ന് വെജിറ്റേറിയൻ. അപ്പോൾ നിങ്ങൾ നോൺ വെജ് കഴിക്കാറില്ല? കഴിക്കാറുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള നോൺ വെജിറ്റേറിയൻ വിഭവം? ബീഫ്. അമ്പടി, കണ്ടോ, ഏറ്റവും ആരോഗ്യത്തിന് മോശമായിട്ടുള്ള കാര്യമാണ് ഇഷ്ടം. ഇസ് ഇറ്റ് ദ സെയിം വിത്ത് യു? നോ ഇറ്റ് ഡിപ്പെൻസ്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ബട്ട് മോസ്റ്റ്ലി വി ആർ പ്രിഫറിങ് ഫിഷ് ദീസ് ഡേയ്സ്. കുഴപ്പമില്ല, വിഷമിക്കല്ലോ. ചേച്ചിക്ക് പെട്ടെന്ന് ബീഫ് എന്ന് പറഞ്ഞു പോയല്ലോ. നിങ്ങൾ എന്താ നോൺ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഭവം എന്താ? ചിക്കൻ. ഫിഷ്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം മാനേജ് ചെയ്ത് പോവാം. അപ്പം ഈ ഒരു ഫ്രൂട്ട് ഇപ്പോൾ ഞാൻ കയ്യിലെടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പറയുവാണെങ്കിൽ മുള്ളൻ ചക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി അതിൻ്റെ ഇംഗ്ലീഷ് നാമം എന്നാണ് സോർസോപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ട്. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ഒരു വളരെ വിശേഷണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം, ഒരു ക്യാൻസർ കില്ലർ ഫ്രൂട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്ന സെയിൽസിലുള്ള ചേട്ടൻ എടുത്ത് പറഞ്ഞു, നമുക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു 500 കസ്റ്റമേഴ്സോളം ഉണ്ട് ഇതിന് വേണ്ടി സ്പെഷ്യൽ ഓർഡർ കൊടുത്ത് ഈ ഫ്രൂട്ട് വന്ന ഉടനെ വാങ്ങിക്കുന്നവരുന്നല്ലേ. അപ്പോൾ ആക്ച്വലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു വലിയതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സോർസോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ക്യാൻസർ കില്ലർ ഫ്രൂട്ടാണ്. വളരെ ശക്തമായിട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നിങ്ങളുടെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന സെൽസിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നല്ലൊരു കാര്യം കാണാം, അങ്ങനെ ഒരു ഫ്രൂട്ട് കഴിച്ച് നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ വൈ നോട്ട് അല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നത്തെ എപ്പിസോഡാണ്. കൂടുതൽ നമ്മുടെ ഡയറ്റിൽ വെജിറ്റേറിയൻ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തായാലും ആരോഗ്യത്തിന് നല്ലത് എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞത്. എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നോൺ വെജ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. കാര്യം എന്നെ കണ്ടെത്താനും പറയത്തില്ല, എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം നോൺ വെജ് തന്നെയാണ്. പക്ഷെ ഞാൻ വെജിറ്റേറിയൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നിടം വരെ ടാറ്റ പറയുന്നു നിങ്ങളുടെ കൂട്ടുകാരി ഞാൻ ലൂസിയ.